ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് പൊത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് പറന്തോട് എന്ന് പറയുന്ന ഊരിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു ചെറിയൊരു യാത്ര ചെയ്യുന്നത്. അതായത് നമ്മുടെ കോട്ടൂരിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം വനത്തിനുള്ളിൽ കിടക്കുന്നൊരു സെറ്റിൽമെൻറ്റാണ് പറന്തോട് എന്ന് പറയുന്നത്. എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം കാൽനടയായിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മണ്ണാങ്കോണവും അതുപോലെ ആമോടും പറന്തോടും മുക്കോത്തി വയലും പട്ടാണിപ്പാറയും ഒക്കെ അടുത്ത് കിടക്കുന്ന സെറ്റിൽമെൻറ്റുകളാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു സെറ്റിൽമെൻറ്റുകളിലൂടെ എല്ലാം യാത്ര ചെയ്തുകൊണ്ട് പറന്തോട് എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ പറന്തോട് സെറ്റിൽമെൻറ്റിൽ സ്റ്റേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും എല്ലാം കൂടെ അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പയ്യന്മാരുടെയൊക്കെ വീട് പറന്തോടാണ്. അപ്പോൾ അവരുടെ വീടും പരിസരവും ഊരും അവിടുത്തെ കാഴ്ചകളും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സജിത്ത് പൊത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതാ ഞാൻ വീടിൻ്റെ ഇവിടെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം പ്രധാനമായിട്ടും കാണുന്നത് ഈ കസ്തൂരി മഞ്ഞളിൻ്റെ കൃഷിയാണ് കേട്ടോ ഇവിടെ എല്ലാം ഉള്ളത്. അതോടൊപ്പം ഇവിടെ ഈ കശുമാവുണ്ടല്ലോ, ഈ നിൽക്കുന്നതൊക്കെ കശുമാവാണ്. ഇതിൻ്റെ എല്ലാം ഗ്യാപ്പിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നാച്ചിയാർ മോട്ടയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് പുൽമേടൊക്കെയാണ് കേട്ടോ. അത് ആ ഭാഗത്ത് ഇങ്ങനെ കാണുന്നത്. ഭയങ്കര വലിയ മഴയില്ലെങ്കിലും അത്യാവശ്യം മഴകളൊക്കെ നമ്മുടെ സെറ്റിൽമെൻറ്റിലൊക്കെ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലുടനീളം അത്യാവശ്യം മഴകളൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് കത്തിക്കല്ലെന്നാണ്. ഈ ഭാഗത്ത് എല്ലാം മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ്. കുറേ ഇങ്ങനെ കത്തി തേക്കുന്ന കല്ലുകളുണ്ട്. അതിലൊരു കല്ലാണ് ഇതാ ഈ ഇരിക്കുന്ന ഒന്ന്, പിന്നെ ഇതാ ഈ ഇരിക്കുന്ന ഒന്ന്, പിന്നെ ഇതാ ഈ ഇരിക്കുന്ന ഒന്ന്. അങ്ങനെ ഇപ്പോൾ നിലവിൽ 3 കല്ലുകളുണ്ട് ഇവിടെ. ഇത് നമ്മുടെ പൊത്തോടെന്ന് പറയുന്ന തോട് ഇതാണേ. അപ്പോൾ ഇത് നമ്മുടെ കാരിക്കെട്ട് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഉത്ഭവിച്ചാണ് ഇത് താഴേക്ക് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ കുറച്ച് മുകളിൽ വരെ ഈ ഒരു ഇതിൻ്റെ ഉത്ഭവസ്ഥാനമുണ്ട് കേട്ടോ. എപ്പോഴും സ്ഥിരമായിട്ട് അതിൻ്റെ ഉത്ഭവസ്ഥാനത്തു നിന്ന് വെള്ളം കാണും. അതിന് മുകളിൽ നിന്ന് വെള്ളമൊന്നും കാണത്തില്ല. അത് മഴ പെയ്യുമ്പോൾ മാത്രമായിരിക്കും അവിടെ നിന്നൊക്കെ വെള്ളം ഉണ്ടാകാറ്, താഴോട്ട് വരാറ്. മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് വറ്റിപ്പോകും. ഉറവായിട്ടുള്ളത് കുറച്ച് മേളിൽ, ഏകദേശം ഒരു 300-400 മീറ്റർ മുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു വഴി കൂടെയാണ് ഞാൻ അഗസ്ത്യാർകൂടത്തേക്ക് ലോഡിങ്ങിന് പോണതും. ഇപ്പോഴും ഞാൻ സ്കൂൾ വണ്ടിയിൽ കയറി കോട്ടൂരൊക്കെ പോവുകയാണെങ്കിൽ ഈ വഴി പോയിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് അണകാൽ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന സ്കൂൾ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ കയറി പെട്ടെന്ന് പോകാനായിട്ട് പറ്റും. ഞാനങ്ങനെ താഴെ നിന്ന് അധികം വണ്ടി കയറി പോകാറില്ല. ഈ വഴി കൂടി തന്നെയാണ് ഞാൻ പ്രധാനമായിട്ടും കോട്ടൂരേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡ് റോഡ് തൊഴിലുറപ്പിനൊക്കെ നിർത്തിയിട്ട് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ റെഡി ആകുമ്പോഴേ എൻ്റെ ഊരിലേക്ക് ബൈക്കിലും ജീപ്പിലൊക്കെ അടിപൊളിയായിട്ട് കയറി വരാവേ. അങ്ങനെതാ ഇവിടെ ഒരു ചെറിയൊരു തോടാണേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്യുവാണെങ്കിൽ മാത്രമാണ് ഇവിടെ വെള്ളം കാണുന്നത്. പിന്നെ എത്ര ശക്തമായിട്ടുള്ള വേനലടിച്ചാലും എന്താ ഈ ഭാഗത്ത് അത്യാവശ്യം ഒരു വീട്ടിന് കുടിവെള്ളത്തിനുള്ള വെള്ളം കിട്ടും. അവിടെ നിന്നാണ് നമ്മുടെ താഴെ രാജൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു അണ്ണനുണ്ട്. അവരൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓസിട്ടുകൊണ്ട് വേനൽ സമയമാകുമ്പോൾ അവരുടെ വീട്ടുകളിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്നത്. അല്ലാതെ താഴെ വയലിലൊക്കെ വെള്ളം കാണും. വയലിലെ വെള്ളത്തിന് എപ്പോഴും ഓരും പിന്നെ ഒരു ചെളിയുടെ സ്മെല്ലും ആയിരിക്കും കേട്ടോ എപ്പോഴും. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള വെള്ളമാണ് ഏറ്റവും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അണകാലിലേക്ക് പോകുന്ന റോട്ടിലേക്ക് എത്തുവേ. കുറച്ച് സ്ഥലം ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെയാണ് ഈ പുലികളൊക്കെ നമ്മുടെ സെറ്റിൽമെൻറ്റിൽ നിന്ന് ഈ പട്ടികളെയും ഓരോ മൃഗങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് ഈ കാട്ടിനകത്തൊക്കെ കൊണ്ടിട്ടാണ് തിന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം അല്പം ഡേഞ്ചറാണ്. ഈ കടുവ, പുലി അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വന്നിരിക്കും. ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തൊക്കെ ഉള്ളത് പുലിയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഈ ചെന്നാപ്പട്ടി ഉണ്ടല്ലോ, ചെന്നാപ്പട്ടീനെ 2-3 തവണ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം ഇരുട്ടായിരിക്കും. അതാണ് കാവുകാട് എന്ന് പറയുന്നത്. കണ്ട, ഇതുപോലുള്ള ഇരുണ്ട കാടാണ് ഇവിടെ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നടക്കുന്ന വഴിയുടെയൊക്കെ തൊട്ട് സൈഡാണ്. ഇത് കഴിഞ്ഞ് കുറേ കൂടെ ഉള്ളിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കാടായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ കാവുകാടായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ കൃഷിയൊന്നും ചെയ്യാറില്ല. കാവുകാടിനെ മാറ്റി നിർത്തിയിട്ട് അതിന് പുറത്തായിരിക്കും വെള്ളം. അവിടെ തൊട്ട് വെള്ളമുണ്ട്. ഒരു 100 മീറ്റർ മാത്രമാണ് ഈ വഴിക്കകത്ത് കാവുകാടുള്ളത്. അത് കഴിഞ്ഞാൽ 2 സൈഡും വെള്ളം തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇപ്പുറത്ത് കൃഷിവിളയിലേക്ക് കയറിയിട്ടുണ്ടേ. ഇവിടെ നിന്നൊരു 30 മീറ്റർ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ റോട്ടിലെത്തുവേ. ഞാൻ ഇന്നാളൊരു വീഡിയോ എടുത്തല്ലോ അണകാലിൽ പോയിട്ട് ഇറങ്ങി വന്നത്. അത് ഈ കാവ് വഴിയാണ്. അത് കണ്ടവർക്കറിയാം. അങ്ങനെ ഇവിടെ നിന്ന് പുറത്ത് ചാടുകയാണ്. അവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റോട്ടിലെത്തും. പിന്നെ കുളയട്ടയുടെയൊക്കെ ശല്യം
ഒരുവിധം കുറവായിരിക്കും. ഇപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിയിലെല്ലാം നല്ല കുളമായിട്ടുണ്ട്. ഇപ്പം മഴ അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു കുറവുണ്ടെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വീട് വരെ പോകുന്ന സമയത്തിന് നമ്മുടെ കാലിൽ മൊത്തം കുളമായിട്ടായിരിക്കും കേട്ടോ. ഏകദേശം നമ്മളിതാ റോട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ റോഡ്. രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു. ഒരു മഴ പെയ്തതിന് ശേഷം പിന്നെയും വീണ്ടൊരു കാലാവസ്ഥയായി കേട്ടോ. ഫൈനലി നമ്മളിതാ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കണ്ട, ഇതാണ് അണകാലിലേക്ക് പോകുന്ന റോഡ്. ഏകദേശം 1 കിലോമീറ്ററിലധികം നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് അണകാലിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഈ 2 ഭാഗത്തും കിടക്കുന്നത് കാടുകളൊന്നുമല്ല, ഇവിടുത്തെ കൃഷിവിളകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം ഒരുപാട് കുരുമുളകും, ഇതെല്ലാം കുരുമുളകിൻ്റെ കൃഷികളൊക്കെയാണ് ഈ മരത്തിലെല്ലാം കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നടന്നു പോവുകയാണ്. നടന്നു പോയിട്ട് ഒരു 300 മീറ്റർ ഫ്രണ്ടിലെത്തുമ്പം അടുത്ത സ്ഥലമാവും. അടുത്ത് ചെറുമാങ്കൽ എന്ന് പറയുന്ന ഒരു സെറ്റിൽമെൻ്റ് ആവും കേട്ടോ. ഇത് അണകാലിലേക്ക് പോകുന്ന പ്രധാന റോഡാണ്. ഇവിടെ നിന്ന് കുറച്ച് താഴെ റോഡുകളെല്ലാം നല്ല കട്ടറൊക്കെ പിടിച്ച് കിടപ്പുണ്ടായി. 2 സൈഡും നമ്മൾ വിചാരിക്കും കാടാണെന്ന്. കാടല്ല, ഇത് വിളയാണ് 2 സൈഡും. അതിന് നടുവിലൂടെയാണ് ഈ റോഡുള്ളത്. ഇവിടെ മഴ പെയ്യുമ്പോഴാണെങ്കിൽ ഇവിടെ ചെളിയാകും. ചെളിയാകുമ്പോൾ ഈ തേരിയിൽ വണ്ടി കയറി വരാൻ പാടാണ്. ഇന്നാൾ രാത്രി 2-3 പയ്യന്മാരെന്നെ കൊണ്ട് വിട്ടായിരുന്നു. അങ്ങനെ ബൈക്ക് പൊങ്ങി തൊട്ട് താഴെ അല്പം കട്ടറുണ്ട്, അവിടെയാണ് കേട്ടോ ഞങ്ങൾ വീഴുന്നത്. മഴയൊക്കെ പിടിച്ച് ഓണമൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു വൈബൊന്നുമില്ല. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ ഓണമൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു വൈബായിരുന്നു. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സന്തോഷമൊക്കെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്ന് പറയുമ്പം ഒരു സന്തോഷമില്ല, ഒന്നുമില്ല. പിന്നെ ഇപ്രാവശ്യം പൊതുവേ ഭയങ്കര മഴയുമാണ്. എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ പൊതുവേ ഒരു ഓണത്തിൻ്റെ ഒരു വൈബൊന്നുമില്ല. പണ്ടൊക്കെ ഇങ്ങനെ ഒരു വീട്ടിൽ കുടുംബക്കാരെല്ലാം കൂടെ വന്ന് കൂടിയിട്ട് ഇങ്ങനെ കൂടി ഓണമൊക്കെ വയ്ക്കും. അങ്ങനെ കൂടിയൊക്കെ ഓണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഇപ്പോഴാണെങ്കിൽ പിന്നെ എല്ലാവരും സ്വന്തം വീടുകളിലൊക്കെ തന്നെയാണ് ഓണമൊക്കെ വയ്ക്കുന്നത്. സാധാ നാട്ടും പുറത്തൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓണത്തിൻ്റെ ഒന്നൊരു വൈബെന്ന് ശരിക്കും പറഞ്ഞാൽ വരണില്ല. ഉള്ളൊരു തേരിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺക്രീറ്റ് ആ ഒരു തേരിയിൽ ഇട്ടിരുന്നെങ്കിൽ കുറേ കൂടെ ഉപകാരമായനെ. ഇത് പണ്ട് നിരപ്പിലാണ് ഈ ഒരു കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് ഈ സ്ഥലത്തെല്ലാം ചെളിയായിരിക്കാൻ ഭയങ്കരമായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടായിരിക്കും അന്ന് ഇട്ടിട്ട്. പക്ഷേ ഇതിനെക്കാട്ടിയും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഇറങ്ങി വന്നില്ല, തേരി. അതിൻ്റെ അവിടെ ഏകദേശം ചെറുമാങ്കൽ എത്താറായിട്ടുണ്ട്. ഇത് 2 സൈഡും വനമൊന്നുമല്ല, ഇവിടുത്തെ കൃഷിയുള്ള തന്നെയാണ് ഈ കാണുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെറുതായിട്ടിങ്ങനെ വെള്ളമൊലിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാതെ ഈ സൈഡിലുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇവിടെ കണ്ട, ഇവിടെ കൂടെയൊക്കെ മഴ പെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് വെള്ളം വരുന്നതാണ്. അതുപോലെ ഇവിടെ നിന്ന് ഇതെല്ലാം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് പോകും കേട്ടോ ഈ റോഡിൽ കൂടെ എല്ലാം. വേനലാകുമ്പം അതിങ്ങനെ നിൽക്കൂല. പിന്നെ അതുമല്ല ഈ വർഷം മഴയെന്ന് പറയുമ്പോൾ ഭയങ്കര ശക്തമായിട്ടുള്ള മഴയൊന്നും പെയ്തില്ലല്ലോ. ഒരു മീഡിയം സൈസ് മഴ മാത്രമാണ് പെയ്തത്. മഴയുടെ ആ ഒരു കോളൊക്കെ മാറിയിട്ട് അത്യാവശ്യം നല്ലൊരു വെയിലടിക്കുന്നുണ്ടേ. അങ്ങ് കണ്ടോ, നമ്മൾ ലോഡിങ്ങിന് പോകുന്ന സ്ഥലവും പിന്നെ അതുപോലെ അഗസ്ത്യ റോഡത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന സ്ഥലവും ഒക്കെയാണ് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നത്. ഇതാ ഭാഗത്ത് ഇവിടെ നിന്ന് തൊട്ട് താഴെ ചെറുമാങ്കൽ എന്ന് പറയുന്ന സെറ്റിൽമെൻ്റ് ആകുക. ഇവിടെ നിന്ന് നടുക്കൂടെ റോഡും അങ്ങ് മലനിരകളുടെ വ്യൂവും ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അതാ ചെറുമാങ്കലിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കൃഷികളും ഇവിടുത്തെ വീടുകളും ഒക്കെയാണ് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മുതലാണ് ഈ കോൺക്രീറ്റ് തുടങ്ങുന്നത്. ഇപ്പോൾ തൊട്ട് ഫ്രണ്ടിലുണ്ട് വീടുകളാണ് കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് പോയിക്കഴിഞ്ഞാൽ പ്ലാവളയിലെത്തും. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇതിലെ മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ പറണ്ടോട് എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിലേക്കൊക്കെ പോകാൻ പറ്റും. മണ്ണാംകുളം, പട്ടാണിപ്പാറ. ഇതിപ്പോൾ ചെറുമാങ്കൽ എന്ന് പറയുന്ന സെറ്റിൽമെൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ കാറ്റടിക്കുന്ന സമയത്തല്ലേ ഇവിടെ ശക്തമായിട്ടുള്ള കാറ്റൊക്കെ വീശുന്നൊരു സെറ്റിൽമെൻ്റാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ചെറുമാങ്കലിൽ കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു അമ്മൂമ്മയുടെ വീടാണ് ഇതായി കാണുന്നത്. നമ്മുടെ അച്ഛൻ്റെ സഹോദരിയുടെ വീടാണ് കേട്ടോ ഈ കാണുന്ന വീട്. പടാ ചെറുമാങ്കൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഈ 2 സൈഡും അത്യാവശ്യം നല്ല കൃഷികളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ജീപ്പ്, ലോറി, ബൈക്ക്, ഓട്ടോ എന്നിയുള്ള ഇവിടെയാണെങ്കിൽ ജീപ്പ്, ലോറി, ഓട്ടോ, ബൈക്ക് എന്നീ 4 വാഹനങ്ങൾ എത്തിപ്പെടുവേ. പിന്നെ പിക്കപ്പ്, പിന്നെ ബസ്സൊക്കെ വേണമെങ്കിൽ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സൊക്കെ വരും കേട്ടോ. പിന്നെ അങ്ങ് ബസ് വരാൻ വേണ്ടി അങ്ങ് കുറേ വളവുകളൊക്കെ ഉണ്ട്.
അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയൊന്നും വരത്തില്ല. അതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. ഇവിടെ നിന്ന് ഈ ചെറുമാങ്കലിൻ്റെ ഇടത്തെ സൈഡാണ് പൊത്തോട്. നമ്മൾ മറ്റേ തോട് ക്രോസ് ചെയ്ത് വന്നല്ലോ, ആ തോടിനക്കരെ വശമാണ് പൊത്തോട്. അതിൻ്റെ ഇക്കരെ വശം ചെറുമാങ്കൽ. എനിക്ക് തോന്നുന്നു ഈ വഴിയുണ്ടല്ലോ, ഞാനിപ്പോൾ നടന്നു വന്ന ഈ വഴി, ഈ ഒരു വഴീൻ്റെ വീഡിയോസൊന്നും അധികം ഞാൻ എടുത്തിട്ടില്ല. മുമ്പ് പണ്ട് എനിക്ക് തോന്നുന്നു ഫോൺ ഉണ്ടായിരുന്ന സമയത്ത് ഫോണിൽ എടുത്തിട്ടുണ്ടായിരിക്കാം, അതല്ലാതെ ഇതിനകത്ത് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അന്ന് നമ്മുടെ വീഡിയോസ് അത്യാവശ്യം ഇത് കുറേ പേരൊന്നും കണ്ടിട്ടൊന്നുമില്ലല്ലോ, 100-300 വ്യൂസൊക്കെ അല്ലേ അന്നുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ചെറുമാങ്കൽ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ചെറുമാങ്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആമോട് പട്ടാണിപ്പാറ, ഇടത്തെ സൈഡ് പട്ടാണിപ്പാറയും വലത്തെ സൈഡ് ആമോട് എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റാണ് ഇവിടെ. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടൊരു 1/2 കിലോമീറ്റർ മുമ്പിൽ പോകുമ്പോഴാണ് മുക്കുവത്തുകായൽ എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ്, പറന്തോട്. അത് രണ്ടും അടുത്തടുത്ത് കിടക്കുന്നതാണ് മുക്കുവത്തുകായൽ, പറന്തോട് എന്ന് പറയുന്ന 2 സെറ്റിൽമെൻറ്റ്. അത്യാവശ്യം ആൾക്കാരുടെ കൃഷിവിളകളൊക്കെയാണ് 2 സൈഡിലായിട്ട് കിടക്കുന്നത്. മഞ്ഞളും റബ്ബറും കശുമാവും ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള പ്രധാനമായിട്ടുള്ള കൃഷികളെന്ന് പറയുന്നത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് ഞാൻ വന്നത്. ഈ കാണുന്ന വഴിയുണ്ട്, ഇതിലേ പൊക്കഴിഞ്ഞാൽ ആമോട് പോകാം, ഇതിലേ പൊക്കഴിഞ്ഞാൽ നേരെ മണ്ണാങ്കുളം പോകാം. ഈ 2 വഴിയും, അതായത് ഈ വഴിയും ബാക്കി പൊത്തോട് നിന്ന് വരുന്ന വഴിയും, ഈ വഴികളെല്ലാം ചെന്നെത്തുന്നത് നമ്മുടെ മണ്ണാങ്കുളം എന്ന് പറയുന്ന വലിയ ഗ്രൗണ്ടുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ഈ വഴികളെല്ലാം ചെന്നെത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കാം ഇവിടുത്തെ വഴികളും ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വഴികളും ഓരോ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഒരു ദിവസം ഇങ്ങനെ വീഡിയോസ് എടുക്കുന്ന ദിവസമാണെങ്കിൽ തന്നെ ഞാൻ എത്ര കിലോമീറ്ററുകളോളം നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി, അത് വീഡിയോ എടുപ്പ് മാത്രമല്ല, ഇപ്പം കതിർമുടി ട്രക്കിംഗ് ആയാലും ഓരോ കാര്യമായാലും, ഇപ്പോൾ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ആയാലും എൻ്റെ ഈ കാലുകൊണ്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ വിശ്വസിക്കാൻ മടിയായിരിക്കും. കാരണം ഈ ട്രക്കിങ്ങിൻ്റെ ഗൈഡായിട്ട് പോണതും കതിർമുടിയിൽ പാക്കേജൊക്കെ ആയിട്ട് പോണതും ഉള്ളതെല്ലാം എൻ്റെ കാലിൻ്റെ നടത്തവും എൻ്റെ സ്പീഡും ഇതൊക്കെ കൊണ്ട് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. മരങ്ങളൊക്കെ പൊങ്ങി കാണുന്ന സ്ഥലമുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ടോപ്പിലാണ് എൻ്റെ വീടുള്ളത്. പൊത്തോട് എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ്. അതായത് ഈ കാണുന്ന മരങ്ങളെല്ലാം പൊങ്ങി കാണുന്നതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് പൊത്തോട് സെറ്റിൽമെൻറ്റ്, കുന്നിന് മുകളിൽ. ഈ ചെറുമാങ്കൽ, പട്ടാണിപ്പാറ, ആമോട്, പറന്തോട്, മുക്കുവത്തുകായൽ എന്നൊക്കെ പറയുന്നത് ഒരു താഴ്വാരമായിട്ട് കിടക്കുന്ന സെറ്റിൽമെൻറ്റാണ്, അടിവാരത്ത് കിടക്കുന്ന സെറ്റിൽമെൻറ്റാണ്. എൻ്റെ സെറ്റിൽമെൻറ്റായിട്ടുള്ള പൊത്തോടാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന സെറ്റിൽമെൻറ്റുകളിലൊന്ന് പൊത്തോടും പാറ്റാമ്പാറയുമാണ്. ഏറ്റവും സമാനമായിട്ടുള്ള രീതിയിലുള്ള ഉയരം തന്നെയാണ് 2 സെറ്റിൽമെൻറ്റുകളും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BSNL നെറ്റ്വർക്ക് നമ്മുടെ മിക്ക സെറ്റിൽമെൻറ്റുകളിലും വന്നിട്ടുണ്ട്. ഇതെല്ലാം വരുന്നതിന് മുമ്പ് ഇപ്പോൾ പൊത്തോടൊക്കെ ഉള്ള സെറ്റിൽമെൻറ്റിലെ മിക്ക ആൾക്കാരെ വിളിച്ചാലും കിട്ടും. കാരണം നമ്മൾ ഉയരെ കിടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ സെറ്റിൽമെൻറ്റിൽ കിട്ടുവേ. ഈ താഴെത്തട്ടിൽ കിടക്കുന്ന ഈ പട്ടാണിപ്പാറ അവിടെയൊക്കെ ഉള്ളവരെല്ലാം ഈ കാണുന്ന കുന്ന് കണ്ട, നമ്മളിപ്പം പോകുന്ന സ്ഥലത്തിൻ്റെ വലത്തേ വശത്തെല്ലാം അത്യാവശ്യം പൊക്കമുള്ള കുന്നുകളാണ്. ഇതിനെല്ലാം മുകളിൽ കയറിയിട്ടാണ് അവരെല്ലാം ഓരോ ആവശ്യങ്ങൾക്ക് ഓട്ടോ ആയാലും ജീപ്പായാലും മറ്റ് ആശുപത്രി കേസൊക്കെ വരുമ്പോഴായാലും അവർ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പിറകിൽ കാണുന്ന വ്യൂ ഉണ്ടാ, അഗസ്ത്യാർകൂടവും മലനിരകളും ഒക്കെ കാണാൻ തന്നെ എന്തോരം ഭംഗിയെന്നറിയാവോ. പക്ഷേ കാഴ്ചയിൽ ഭംഗി മാത്രമാണുള്ളത്, പക്ഷേ ഇവിടുത്തെ ഊരുകളുടെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ സങ്കടകരമായതും അതുപോലെ ഈ സൗകര്യത്തിൻ്റെയൊക്കെ പരിമിതി, അതാണ് ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയെന്ന് പറയുന്നത്. കോട്ടൂരിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ട്, റോഡും ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. കാഴ്ചയിൽ സൗന്ദര്യം ഉണ്ടെങ്കിലും ജീവിതം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ചെറുമാങ്ക വഴി പട്ടാണിപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊട്ട് താഴെ നമ്മൾ നേരത്തെ ക്രോസ് ചെയ്തല്ലോ, നമ്മളെ കത്തിക്കല്ലെന്നൊക്കെ പറഞ്ഞ സ്ഥലമുള്ള ആ സ്ഥലത്തു നിന്ന് വരുന്ന നമ്മുടെ പൊത്തോട് എന്ന് പറയുന്ന തോട്, അത് ഏകദേശം ഇങ്ങോട്ടേക്ക് എത്തുക. പട്ടാണിപ്പാറ ഈ സൈഡിലൂടെ എത്തിയിട്ട് ഇത് പിന്നെ നേരെ പോകുന്നത് പേപ്പർ ഡാമിൻ്റെ റിസർവോയറിലേക്ക് തന്നെയാണ്. ചെറുമാങ്കൽ ഈ ഭാഗത്തെല്ലാം വണ്ടിയും ഓട്ടോയും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ പൂജകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ആൾക്കാരും ഈ ഒരു ഊരിലൊക്കെ എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ആ ഒരു തോട്
നമ്മളവിടെ നിന്ന് ചെറുതായിട്ട് വരും. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുന്തോറും ചെറിയ ചെറിയ കൈത്തോടുകളൊക്കെ കൂടിയിട്ട് അത്യാവശ്യം വലിയൊരു ആറായിട്ട് തന്നെയാണ് പോകുന്നത്. ഇതാണ്. അപ്പോൾ ഇവിടെ പാലോ അങ്ങനെ ഒന്നുമില്ല. ഇത് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ ഇതാ ഈ കാട് മുതൽ അക്കരെ അങ്ങ് കവുങ്ങൊക്കെ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങ് വരെ വെള്ളം കയറി പോകും. പിന്നെ തൊട്ട് താഴെ ഒരു ചെറിയൊരു ഇതുണ്ട്, അതായത് ചപ്പാത്തുണ്ട്. ആ ചപ്പാത്തും വെള്ളം കയറും. ആ സമയത്തൊക്കെ നമ്മുടെ കോട്ടൂരിൽ നിന്ന് സ്കൂൾ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് അതെല്ലാം ഒരുപാട് ഇങ്ങനെ ബുദ്ധിമുട്ടി കരയിലേക്കൊക്കെ നിൽക്കും. ഏകദേശം 2 വർഷമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. കാരണം 2 വർഷമായിട്ട് ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നില്ല. അതാണ് ഒരു പരുവത്തിന് മഴ പിടിക്കുന്നത് തന്നെ നല്ലത്. ശക്തമായിട്ടുള്ള മഴ പിടിച്ചു കഴിഞ്ഞാൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടില്ല. വെള്ളപ്പൊക്കമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകും. റോഡുകളൊക്കെ ഒരുപാട് ഇങ്ങനെ ഒലിച്ചു പോവേ, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൊടിയരപ്പാറ എന്ന് പറയുന്നൊരു പാറയുടെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. കാറ്റ് വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ എല്ലാം നമ്മുടെ സെറ്റിൽമെൻറ്റ് അടിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റടിക്കുകയും ഇവിടെയൊക്കെ ഈറ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോവുകയും അങ്ങനത്തെ ഒരു സാഹചര്യമാണ് കാറ്റ് സമയത്ത് ഈ ഒരു ഊരിലൊക്കെ അനുഭവപ്പെടുന്നത്. ചെറിയ ചെറിയ മഴകൾ വരുന്നു പോകുന്നു, അതാണ് അവസ്ഥ. വലുതായിട്ടുള്ള മഴയും പെയ്യുന്നില്ല. രാവിലെ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ചെറിയ മഴച്ചാറ്റലുണ്ടായിരുന്നു. പിന്നെ അത് പിന്നെയും കുറഞ്ഞു. ഇപ്പം പിന്നെയും പെയ്യുന്നുണ്ട്. എന്തായാലും ആഞ്ഞു നടക്കാം. ഇപ്പം കൊടിയരപ്പാറ എന്ന് പറയുന്ന പാറയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം പാറയാണ്, ഇത് റോഡൊന്നുമല്ല. ഒരു പാറയ്ക്ക് മുകളിലൂടെയാണ് ഈ റോഡ് കിടക്കുന്നത്. അതായത് ഇതാണ് കൊടിയരപ്പാറ എന്ന് പറയും. ഈ പാറ കിടക്കുന്ന വലിയ പാറയാണ് കൊടിയരപ്പാറ. അതിന് നടുവിലൂടെയാണ് ഇങ്ങനെ റോഡ്. അപ്പോൾ ഈ സ്ഥലമാണ് ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ഫുള്ള് വെള്ളം കയറി പോകും. ഈ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം ഇത് കയറി കവർ ചെയ്ത് പോകും. ഇത് ചെറിയൊരു ചപ്പാത്താണ്. ഇത് KSEBിയുടെ മറ്റേ ലൈനാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെള്ളം കയറി പോകുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ പെട്ടു പോകുന്നത്. അത്യാവശ്യം വെള്ളം ഇപ്പോൾ ഉണ്ട്. കൊടിയരപ്പാറയിലെ കാഴ്ചകളൊക്കെ ഉണ്ടോ, എന്തോരം ഭംഗിയെന്നറിയാവോ. ഈ സൈഡെല്ലാം നല്ല പച്ചപ്പായിട്ട് കിടന്നതാണ്. ഇപ്രാവശ്യം പിന്നെ 10 മീറ്ററാണ് റോഡിൻ്റെ സൈഡിൽ കാട് വെട്ട്, അതായത് ഫയൽ റേം വെട്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങളൊക്കെ നിൽക്കുന്നതൊക്കെ ദൂരത്തുനിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ വലിയ രീതിക്ക് ഫയൽ റേം വെട്ടുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ 5 മീറ്റർ ആയിരുന്നു. ഇപ്രാവശ്യം മുതൽ 10 മീറ്റർ വെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ദൂരത്തുനിന്ന് കാണാനായിട്ട് സാധിക്കും. അത് വനംവകുപ്പ് വെട്ടനാണ്. ഞാനും ഇപ്പോൾ അതിൻ്റെ വർക്കിനാണ് പോകുന്നത്. നമ്മൾ വെട്ടുന്ന സ്ഥലം 5 മീറ്ററുള്ളത്. നമ്മുടെ സെറ്റിൽമെൻറ്റ് ഏരിയയിലൊക്കെ 10 മീറ്ററാണ് ഇപ്രാവശ്യം വെട്ടിയത്. അങ്ങനെ ഇവിടെ നിന്ന് നടന്ന് കുറച്ച് മുൻപിൽ നമ്മൾ ചെല്ലുമ്പം മണ്ണാംകോണം എന്ന് പറയുന്ന നമ്മുടെ ഗ്രൗണ്ട് സ്ഥലങ്ങളൊക്കെ ആവേ. ഇനി അവിടെ പോയിട്ട് കാഴ്ചകൾ കാണാതെ. അപ്പോൾ ഇതാണ് മണ്ണാംകോണം മുക്കൂത്തിവയൽ എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ ഇവിടെ ഒരുപാട് ഊരുകളിൽ നിന്ന് വരുന്ന വഴികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഊരിൽ നിന്ന് വരുന്ന വഴി. മഴയടിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് അപ്പുറത്ത് നിന്ന് വരുന്ന അത് പറണ്ടോട് നിന്ന് വരുന്നതാണ്. പിന്നെ ഇതിനകത്തൂടെ തന്നെയാണ് എല്ലാ വണ്ടികളും പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഫുട്ബോൾ കളിക്കുന്നതൊക്കെ. ഇപ്പോൾ പിന്നെ ഓരോ പ്രാരാബ്ധങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ കളിക്കാനും അങ്ങനെയൊന്നും പോവാറില്ല. ഫുൾ ടൈം ബിസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണാങ്കോണിലേക്ക്. ഇവിടെ നിന്ന് തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളെ. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അങ്ങ് കാണുന്ന പൊങ്ങിക്കാണുന്ന മലയ്ക്ക് മുകളിൽ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് റോഡുകളുണ്ട്. അതെല്ലാം വന്ന് ഇവിടെ മുട്ടും. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിന്നൊരു റോഡുണ്ട്. ഈ കാണുന്ന റോഡ് വ്ളാവിള എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന റോഡാണ്. ഈ കാണുന്ന റോഡ് ട്രാൻസ്ഫോമറിൻ്റെ അതുവഴി പോകുന്നത്. ഇത് കമ്മ്യൂണിറ്റി ഹാളാണ്. ഇത് സമ്പത്ത് MP ഇരുന്ന സമയത്ത് ചെയ്തെന്നൊരു കമ്മ്യൂണിറ്റി ഹാളാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ MP ആയിരുന്ന സമയത്ത്. പിന്നെ ഇതെല്ലാ വണ്ടികളും കൂടെ അവിടെ നിന്ന് വന്നിട്ട് ഈ വഴി കൂടെയാണ് കേട്ടോ കോട്ടൂരേക്ക് വന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മഴ പെയ്യുന്നു തോന്നുന്നുണ്ട്. ശക്തമായിട്ടുള്ള മഴ പെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ കയറി ഇരുന്നിട്ട് എനിക്ക് ഇതുവഴി കറങ്ങി വേണം എനിക്ക് പറണ്ടോട് എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിലേക്ക് പോകാനായിട്ട്. ഇവിടെ കൂടെ പോയാലേ കുറേയധികം കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അമ്പോ ഒന്നും പറയണ്ട. കുറച്ച് സമയം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഒരു മഴയൊക്കെ പെയ്ത് അങ്ങനെ തുറന്നിട്ടുണ്ട്. പിന്നെ അതുമല്ല ഈ ഓണം പ്രമാണിച്ച് ഈ ഓപ്പറേഷൻ തൂഫാൻ അതൊക്കെ നടക്കുകയില്ലേ.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സൈസുകാരും ഫോറസ്റ്റുകാരൊക്കെ ഇപ്പം ഇവിടെ ചെക്കിങ്ങിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ അങ്ങോട്ട് പോയി, ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ വന്നപ്പോൾ അവർ മുകളിലൊക്കെ പോയിട്ട് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മണ്ണാങ്കുണവും കഴിഞ്ഞിട്ട് നമ്മൾ കോട്ടൂരേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത് ഈ ഇടയ്ക്കായിട്ട് ഈ റോഡ് ഇടിച്ചിട്ടതാണ്, തൊഴിലുറപ്പുകാർ ഇടിച്ചിട്ടതാണ്. ഇനിയിപ്പോൾ ഇതിൽ കോൺക്രീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നാണ് ഒരു ഉറപ്പ്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് കുറച്ചിറങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് മുക്കോത്ത് വയൽ. പണ്ട് ഇതുവഴി ഒരു നടവഴി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ വയലിൽ കൂടെ അങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഇവിടെ ഒരു ചെക്ക് ഡാം കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചെക്ക് ഡാമിൻ്റെ ഒരു തിട്ടയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഭയങ്കര വയലാണ്. ആൾക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ താന്നു പോകത്തക്ക തരത്തിലുള്ളൊരു വയലാണ് കേട്ടോ ഈ വയലെന്ന് പറയുന്നത്. പണ്ട് കാളയും കലപ്പയും അതൊക്കെ ഈ വയലിനകത്ത് താന്നു പോയി എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമേ. ഇതെല്ലാം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അഗസ്ത്യാർകൂടം, ആ ഭാഗത്തുള്ള മലനിരകളും ഒക്കെ കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ മഴയടിച്ചതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ മഞ്ഞുമൂടി കിടക്കുകയാണ്. ഇതുവഴി കറങ്ങിയാണ് നമ്മൾ പറണ്ടോട് എന്ന് പറയുന്ന ഊരിലേക്ക് പോകുന്നത്. അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത് ഓണമൊക്കെ അടുപ്പിച്ച് വരെയാണ്. ഓണച്ചന്തയുടെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ അതും കൂടെ നമുക്കൊന്ന് കവർ ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ ഒരു വഴി കൂടെ കുറച്ച് ഫ്രണ്ടിൽ എന്നിട്ട് അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ പറണ്ടോട് എന്ന് പറയുന്ന ഊരിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് പൊങ്ങി കാണുന്ന ആ ഒരു പുൽമേടുണ്ടല്ലോ, ആ ഒരു പൊങ്ങി കാണുന്ന കുന്ന്, അതാണ് നാച്ചിയാർ മോട്ട. നാച്ചിയാർ മോട്ടയുടെയൊക്കെ മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് ഈ ഒരു സെറ്റിൽമെൻറ്റിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് വളരെ ഭംഗിയോടെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇത് മുക്കോത്തി വയൽ എന്നാണ് ഈ ഒരു വയലിന് പറയുന്നത്. ഇവിടെ ഒരു മുകളിൽ കുന്നാണ്, അക്കരെ കയറുമ്പോൾ കാണിച്ചു തരാം. ഇത് മുക്കുത്തി കുന്ന്, അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത്. അങ്ങനെ എക്സൈസുകാരും അവരൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ വഴി തുടങ്ങുന്നത്. ഇവിടെ നിന്നും വലത്തേക്ക് കിടക്കുന്ന ഈ ഒരു വഴിയുണ്ട, ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്താലാണ് നമുക്ക് പറണ്ടോട് എന്ന് പറയുന്ന ഊരിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നത്. ഈ ഒരു സ്ഥലത്തൂടെ ആയിരുന്നു പണ്ട് കുന്നത്തേരി പാറ്റാമ്പാറ ഊരിലുള്ളവർ ഈ കോട്ടൂർ ചന്തയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതുവഴി പോകണില്ല, കാരണം അപ്പുറത്തെ വഴി റോഡായതുകൊണ്ട് ഇപ്പോൾ കറങ്ങിയാണ് റോഡ് കിടക്കുന്നത്. പക്ഷെ അവർ നടന്നു വരുവാണെങ്കിൽ അവർക്കുള്ള ഏറ്റവും എളുപ്പം വഴിയെന്ന് പറയുന്നത് നമ്മളിപ്പം ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴി തന്നെയാണ്. അവർ നടന്നു പോകുന്ന പഴയ നടവഴിയായിരുന്നു. ഇതിലെ അങ്ങ് വരെ ഫയൽ റെയിൻ ഇപ്പോഴും തെളിച്ചിടുന്നുണ്ട്. അതിലെ വലത്തേക്ക് തിരിഞ്ഞാണ് പറണ്ടോട് എന്ന് പറയുന്ന ഊരിലേക്കുള്ള വഴി കിടക്കുന്നത്. എൻ്റെ വായിക്കകത്താണെങ്കിൽ ഒരു കുരു വന്നിട്ട് അത് പോണില്ല, എന്തിനാണെന്ന് അറിയത്തില്ല. അത് പോയാലേ ഇനി സംസാരത്തിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് അതിൽ കയറി ഇങ്ങനെ തട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ തൊട്ട് വീടുകളുണ്ട്. നമുക്കിവിടെ നിന്ന് വീടുകളൊക്കെ കണ്ട് അങ്ങനെ നമുക്ക് രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പയ്യന്മാരുടെ വീടെത്തും. അവിടെ എത്തിയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാനുണ്ട്. ഇതിലെ ഒരു ചെറിയൊരു വഴിയാണേ നടവഴി. ഈ നടവഴി വണ്ടി ജീപ്പും എല്ലാം പോവും, ഇവിടുത്തെ ഫ്രണ്ടിലൊരു പോവും. അവിടെ ചെന്നിട്ട് നമുക്ക് എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ മിക്കിയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എംബാപ്പയും മിക്കിയും കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മമാരറിയാതെ കൊണ്ട് ഈ ക്യാമറ കൊണ്ട് പിടിക്കണം, അതാണ് പ്ലാൻ. ഒത്തോടുന്ന് യാത്ര ചെയ്ത് രഞ്ജിത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ മണ്ണാങ്കോണി വന്നിരുന്നപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ വലിയൊരു മഴ സംഭവിച്ചിരിക്കുകയാണ്. മഴക്കോളാണ്. ഇതാ കുട്ടപ്പൻ ഇറങ്ങി വെളിയിൽ നിൽക്കുകയാണ്. എല്ലാം നമ്മുടെ പയ്യന്മാരാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് പ്രധാനമായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാഴ്ചയെന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഇവരുടെ ഒരു ഏറുമാടമുണ്ട്. മരത്തിന് മുകളിൽ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഏറുമാടമുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്തെല്ലാം ഒരുപാട് കൃഷികളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പ്രധാനമായിട്ട് രഞ്ജിത്തിൻ്റെ വിളയിൽ ഇവർ കൃഷി ചെയ്തിരിക്കുന്നത് നല്ല കസ്തൂരി മഞ്ഞളാണ്.
വേണ്ട, നമ്മുടെ നാട്ടിൽ കസ്തൂരി മഞ്ഞൾ എന്നാണ് പറയുന്നത്. ഇതിനെ പല രീതിയിൽ പറയുന്നുണ്ട്, മഞ്ഞക്കൂവ എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടപ്പനാണ് നമ്മുടെ വഴികാട്ടി. അപ്പോൾ ഇവിടെ ഇടത്തെ ഭാഗത്ത് ഇവരുടെ കുറച്ച് കൃഷിവിളകളൊക്കെ കാണുന്നുണ്ട്. മഴ പെയ്ത് അത്യാവശ്യം നല്ല ഇരുട്ടി വരെയാണേ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടോ, നമുക്കിതാ ഇരുണ്ടൊരു രൂപത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സമയമൊന്നും ആയിട്ടില്ല, സമയം ഒരു 2:30 ആ ഒരു സമയമായിട്ടുള്ളൂ. ഇവർ ഈ ഒരു ഷെഡിലേക്ക് പോകുന്ന വഴി, അല്ലെങ്കിൽ ഏർമാടത്തിലേക്ക് പോകുന്നൊരു വഴിയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയെന്ന് പറയുന്നത്. ഇതാണ് രഞ്ജിത്ത്, ഇവൻ്റെ മാടമാണ് ഇത്, ഇവരെ വീടാണ് ആ ഭാഗത്ത് കാണുന്നത്. ഈ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ പേര് പറണ്ടോട് എന്നാണ്. അപ്പോൾ പറണ്ടോടിലെ രഞ്ജിത്തിൻ്റെ മാടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവർ രാത്രി ഇവരുടെ മാടത്തിലേക്ക് വരുന്ന വഴി കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മരങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടൊരു ഏർമാടമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഞാൻ ഇവരുടെ ഈ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വന്നത്. അപ്പോൾ അതാ അടിപൊളിയൊരു ഏർമാടം ഇവിടെ ഇരിപ്പുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ശരിക്കും കാണുമ്പോൾ ഒരു ഭംഗി മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിനകത്ത് കാവലൊക്കെ കിടക്കുന്നത് മൂലമാണ് ഇവിടുത്തെ ഒരുപാടധികം കൃഷികളും കിട്ടുന്നത്. അല്ലെങ്കിൽ കാട്ടുപന്നിയും വന്യമൃഗങ്ങളൊക്കെ ഒരുപാട് വന്ന് ഇവിടുത്തെ കൃഷികളൊക്കെ നശിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഇതിനകത്ത് കാവൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാവൽ മാടങ്ങൾ നമ്മുടെ ഊരുകളിലേക്ക് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടുത്തെ കാവൽ മാടവും അതൊക്കെ മാത്രമാണ് ഞാൻ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നങ്ങനെ നമ്മൾ പറണ്ടോട് ഊരിൽ വന്നിട്ട് നമ്മുടെ രഞ്ജിത്തിൻ്റെയൊക്കെ ഏർമാടത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്കെന്തായാലും ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാവേ. നമ്മുടെ പൊത്തോടിൻ്റെ ഭാഗമായിട്ടുള്ള മലനിരകളും കുന്നും ഒക്കെയാണ് കേട്ടോ അങ്ങ് ഹൈറ്റിൽ പൊങ്ങി കാണുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങി ഈ നമ്മുടെ രഞ്ജിത്തിൻ്റെയൊക്കെ ഊരായിട്ടുള്ള പറണ്ടോടേക്ക് ഞാൻ എത്തിയത്. രഞ്ജിത്ത് ഇവിടെ എന്തൊക്കെയാണ് അച്ഛനൊക്കെ കൃഷി ചെയ്തിരുന്നത്? മരിച്ചിനി, പിന്നെ മഞ്ഞ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പം കുറച്ച് നാളായുള്ളൂ ഇവിടെ ഇങ്ങനെ കാടൊക്കെ വൃത്തിയാക്കിയിട്ട് കൃഷി ചെയ്തിട്ട്. പിന്നെ എങ്ങനെ വന്യമൃഗങ്ങളൊക്കെ ഇവിടെ ഇറങ്ങാറുണ്ട്? ആനയൊക്കെ ഇവിടെ വരാറുണ്ട്. മുമ്പ് എർത്ത് വല്ല ഇട്ടിട്ടുണ്ടായിരുന്ന കമ്പി കിടക്കണ ഉണ്ടായിരുന്നു. ഇത് വൈകിട്ട് വർഷങ്ങളായി. അപ്പം നമ്മൾ രഞ്ജിത്തിൻ്റെ ഏർമാടത്തിനുള്ളിലേക്ക് പോവുകയാണ്. ഇതാണ് ഇതിനകത്തോട്ട് കയറാനുള്ള ചെറിയൊരു പാലം എന്ന് പറയുന്നത്. പാലം പോലെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊരു ഗേറ്റാണ് കേട്ടോ, വേറെ മൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ചെറിയൊരു സുരക്ഷയെന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാതെ അപ്പോൾ അടിപൊളി ഇടയിനകത്ത് അടിപൊളി. ഇവിടെയാണ് ഇവർ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വിറകൊക്കെ എടുത്തിട്ട് സ്ഥിരമായിട്ട് തീ കത്തിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാമേ. മാടത്തിന് മുകളിൽ നിന്ന് വെളിയിലോട്ട് കണ്ട അടിപൊളി അങ്ങ് കുന്നിൽ നമ്മുടെ മൊബൈൽ ടവറൊക്കെ നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റുമേ. കണ്ട ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ ഒരു അടിപൊളി തട്ടും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇത് തട്ടിനകത്ത് ഒരുപാട് നമ്മുടെ ചളങ്ങ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തീയടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും ഇത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും തീയിലിട്ട് ഉണക്കിയതിന് ശേഷം. അല്ലാതെ ഇതൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലായിട്ടും ചെറിയൊരു തട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഓലപ്പടക്കും അതൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുവേ, പന്നിയോ ആനയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പൊട്ടിക്കാനായിട്ട്. അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പം എൻ്റെ കൂടെയുള്ള ഓരോരുത്തരും വീഡിയോയിൽ വരാതെ മാറി പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതാ കുട്ടപ്പൻ ഷെഡിനകത്ത് കിടക്കുകയാണ്. കുട്ടപ്പൻ എങ്ങനെയുണ്ട് ഇതിനകത്തുള്ള ഉറക്കം? അടിപൊളി ഉറക്കം. എങ്ങനെയുണ്ടല്ലേ? അടിപൊളി തന്നെയല്ലേ? നമ്മളെ ടെറസ് വീട്ടിൽ കിടക്കണേനേക്കാളും ഇതിൽ വന്നിട്ട് കിടക്കുമ്പോൾ ഭയങ്കര രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പും അതേപോലെ തന്നെ ഈ ചെറിയ കാറ്റൊക്കെ അടിക്കും, ഭയങ്കര സുഖമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവൂല. അതെ, അത് ഇതിനകത്തൊന്ന് കിടക്കുമ്പോഴേ അത് അങ്ങനെയാണ് ഒരു വൈബ് അറിയാവുള്ളൂ അല്ലേ? അതാണ് നീ പറയാൻ വന്ന കാര്യം. വേറെ സുഖമാണ് ഇതിൽ കിടക്കണത്. അപ്പോൾ അതായത് ഇതിൻ്റെ മോഡെന്ന് പറയുമ്പോൾ അതിൻ്റെ മേൽക്കൂര ഭാഗമാണ്. അപ്പോൾ ഇതുണ്ടോ നല്ല തീയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ബലം കാണിച്ചു തരാവേ. കണ്ടോ, ഒന്നും ചെയ്യത്തില്ല. ഈ കമ്പിലൊക്കെ പിടിച്ചിട്ടുണ്ട്, കണ്ടോ അത്രയ്ക്കും സ്ട്രോങ് ആണ്. ഈ കമ്പ് കണ്ടോ, ഇത് തീ ഇതിനകത്തിട്ട് പുയറ അടിക്കുവാണെങ്കിൽ, പുയറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുകയുടെ ഇത് അടിക്കുവാണെങ്കിൽ ഒരുപാട് വർഷം ഇങ്ങനെയുള്ള ഷെഡുകൾ നിൽക്കുവേ. ഇതിൻ്റെ മണ്ടയിലേക്ക് കയറുന്ന ആ ഒരു
പാലത്തിലൂടെ നമ്മൾ ഇറങ്ങുകയാണ്. ഇതാണ് ഇവരുടെ ഗേറ്റ്. ഇത് തുറന്ന് നമുക്ക് കാണുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള 2 യുവാക്കളുടെ കാഴ്ചകളാണ് നമുക്ക് കേറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് സംഭവമാണ്. അടച്ചാണ് നോക്കട്ടെ. ഇതിങ്ങനെ വെച്ചിട്ട് കെട്ടി വയ്ക്കുള്ളൂ. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റിൽ അങ്ങിരിക്കും. ഓക്കെ, ടെക്നോളജിയാ, കൊള്ളാം, നല്ല പരിപാടി. ഏറുമാടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറണ്ടോട് ഊരിലെത്തിയതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഏറുമാടവും ഇവിടുത്തെ ഏറുമാടത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഞാനിവിടെ വന്നത്. അപ്പോൾ അതാ ഏറുമാടം ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് മരത്തിന് മുകളിൽ ചെയ്യുന്നതല്ല, തറയിൽ ആല വെച്ചിട്ട് മുകളിൽ ചെയ്യുന്നൊരു ഏറുമാടമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. മരത്തിൻ്റെ മുകളിൽ ചെയ്യുന്നതാണ് ശരിക്കുള്ള ഏറുമാടം എന്ന് പറയുന്നത്. ഇത് തറയിൽ നിന്ന് ആല കൊടുത്തിട്ട് ചെയ്യുന്ന ഏറുമാടമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അങ്ങനെ കുട്ടപ്പനും രഞ്ജിത്തും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇവരുടെ മാടെന്താ ഇവിടെ നിൽക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇവരുടെ മാടത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇവരുടെ വീടിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിപൊളി മാടവും നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊത്തോട് എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിൽ നിന്നും ഞാൻ യാത്ര ചെയ്ത് പറണ്ടോട് എന്ന് പറയുന്ന ഊരിലേക്ക് ഞാൻ എത്തുകയും ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഊരിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാഴ്ചയും അല്ലെങ്കിൽ ഇവിടുത്തെ ഊരിലെ പ്രധാനമായിട്ടുള്ളൊരു ആകർഷണം എന്ന് പറയുന്നത് എനിക്കിവിടെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഏറുമാടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഏറുമാടത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. പ്രധാനമായിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി വന്നതും ഈ ഏറുമാടത്തിൻ്റെ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ പറണ്ടോട് ഊരിൽ നിന്ന് അങ്ങനെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ആണ്, പറണ്ടോട് ഊരിൽ തന്നെയാണ് സ്റ്റേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മിക്കവാറും പറണ്ടോട് ഊരിലെ സ്റ്റേയും നമ്മൾ ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ പറണ്ടോട് ഊരെന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിൽ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ചോനാമ്പാറ 7-ാം വാർഡിൽ ഏകദേശം കോട്ടൂർ ടൗണിൽ നിന്നും ഒരു 11 കിലോമീറ്റർ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഊരാണ് പറണ്ടോട് എന്ന് പറയുന്നത്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാത്രം തൊട്ടടുത്ത് കിടക്കുന്ന ഊരിൽ നിന്ന് അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ സ്റ്റേ ചെയ്തിട്ട് ഇനി ഇവിടുത്തെ കുറച്ച് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. പിന്നെ അതിന് പുറമെ നമ്മുടെ ഓണച്ചന്തയുടെയും ഓണക്കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂടുതലൊന്നും പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ് സുഹൃത്തുക്കളെ.